രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി വേണ്ട മോളെ, വേണ്ട. അവൻ രാജിവെച്ച് അവൻ മുടിഞ്ഞു പോകണം. വീടില്ല, വീടിനെഴുതി കൂടെ 4 വർഷമായി, വീടില്ല. തിരിച്ചു പിടിക്കാൻ പറ്റൂലല്ലോ. ഇവിടുത്തെ ജനം എന്ന് പറഞ്ഞാൽ കഴുതകളാണല്ലോ. അത് പിന്നെ മൊത്തം ജനം കഴുതകളാണ്. അതാണ് വീണ്ടും വീണ്ടും കുത്തി കൊടുക്കുന്നത്. അയാൾക്ക് മൂലക്കുരുവിൻ്റെ അസുഖമെന്നും പറഞ്ഞുകൊണ്ട് 60 ലക്ഷം രൂപ ചിലവാക്കി അയാൾക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പണമുണ്ടോ? ഞങ്ങൾക്ക് പാവങ്ങൾക്ക് തരാൻ പൈസ ഇല്ല. അയാൾ രാജിവെക്കണം. വേണം, രാജിവെക്കണം. ഞങ്ങൾക്ക് ഒരു ഫലവും ഇല്ല. ഞാൻ ദാ ഈ വെയിലും കൊണ്ട് ടിക്കറ്റ് വിൽക്കണതാണ്. എൻ്റെ 2 കാലും ഒടിഞ്ഞ് കമ്പി ഇട്ടേക്കണതാണ്. കേരളം എന്തിനു കൊടുക്കണം? ഇവരെന്താ സഹായിക്കണം പാവങ്ങൾക്ക്? അർഹതപ്പെട്ടവർക്ക് എന്ത് ഇവർ കൊടുക്കാത്ത കാര്യം? നിറഞ്ഞു തുളുമ്പുന്ന ഗവൺമെൻറ് ജീവനക്കാരുടെ മനസ്സും അതുപോലെ നിറഞ്ഞു തുളുമ്പുന്ന സാധാരണക്കാരൻ്റെ ഇതും മനസ്സുമാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുന്നോട്ട് വയ്ക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന് നേരിടേണ്ടി വന്നത്. ഈ പരാജയത്തിന്റെ കാരണം ഭരണവിരുദ്ധ വികാരമാണെന്നും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമാണ് എന്നുള്ള വിമർശനങ്ങൾ സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ ഉയർന്നു വന്നു. ഇതേ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിപക്ഷം. ഇനി പറയേണ്ടത് ജനങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ രാജി അനിവാര്യമാണോ? നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. മുഖ്യമന്ത്രി രാജിവെക്കണോ വേണ്ടേ? രാജിവെക്കണം, വയ്ക്കണം. ഞങ്ങൾക്കെല്ലാം 8 മാസത്തെ പൈസയാണ് കിട്ടാനുള്ളത്. 18,500 രൂപ ഇത് ക്ഷേമനിധി അടച്ചതിൽ വെറും 10,000 രൂപ എടുത്ത് തന്നിട്ടുള്ള ആ പെൻഡിങ് ബാക്കി. എന്നിട്ട് 8 മാസത്തെ പെൻഷൻ ഞങ്ങൾക്ക് തരണില്ല. അയാൾ ജീവിച്ചിട്ട് കിടന്നിട്ട് കാര്യമല്ല, അയാൾ രാജിവെക്കണം. അത് ഫണ്ടില്ലാത്തോണ്ടല്ലേ? ഫണ്ടില്ലാത്തതുകൊണ്ടല്ല, അയാൾ തരാത്തതാണ്. അയാൾക്ക് മൂലക്കുരുവിൻ്റെ അസുഖമെന്നും പറഞ്ഞുകൊണ്ട് 60 ലക്ഷം രൂപ ചിലവാക്കി അയാൾക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാൻ പണമുണ്ടോ? ഞങ്ങൾക്ക് പാവങ്ങൾക്ക് തരാൻ പൈസ ഇല്ല. അയാൾ രാജിവെക്കണം. അയാൾ കിടന്നിട്ട് ഒരു കാര്യമില്ല. പാവങ്ങളെ ദുഷ്ടതനം ചെയ്ത് പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. വീടില്ല, വീടിനെഴുതി കൂടെ 4 വർഷമായി, വീടില്ല. ഒരാളുങ്ങളില്ല. എനിക്ക് ഞങ്ങളെല്ലാം പെണ്ണുങ്ങളാണ്. ലൈഫിൻ്റെ വീട് തരാമെന്ന് പറഞ്ഞ് എഴുതി 2020-21 എഴുതി കൊടുത്ത് ഞാനും കയറി ഇറങ്ങാൻ സ്ഥലമില്ല. എല്ലാം കൊടുത്തു, അവരാരും ഒന്നും തരണില്ല. എന്താണ് പഞ്ചായത്തിൽ ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അവർ പറയാൻ കിട്ടും, പേടിക്കണ്ട, കിട്ടും. എത്ര നാളായി കൊടുത്തിട്ട്? 2024 വർഷമായി. 4 വർഷമായിട്ടും തന്നിട്ടില്ല. ഇല്ല. കേരളം എന്തിനു കൊടുക്കണം? ഇവരെന്താ സഹായിക്കണം പാവങ്ങൾക്ക്? അർഹതപ്പെട്ടവർക്ക് എന്ത് ഇവർ കൊടുക്കാത്ത കാര്യം? എന്നെ പോലെ ഉള്ളവർക്കാണ് കൊടുക്കേണ്ടത്. ജനങ്ങൾക്ക് പെൻഷൻ കിട്ടാത്ത അദ്ദേഹത്തിന് ബാങ്കിൽ പൈസ ഇല്ല. അല്ല എന്താണ്, കേന്ദ്ര ഗവൺമെൻറ് പൈസ കൊടുത്തില്ല, അദ്ദേഹം പെൻഷൻ കൊടുത്തില്ല. അതൊക്കെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി, അന്തസ്സിന് വേണ്ടി. രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെക്കണം. മുഖ്യമന്ത്രി വേണ്ട മോളെ, വേണ്ട. അവൻ രാജിവെച്ച് അവൻ മുടിഞ്ഞു പോകണം. പറയാൻ കാരണം അവൻ കുടുംബം തുലയ്ക്കുകയാണ്, നശിക്കണം, എല്ലാവരെയും നശിക്കുകയാണ്. അവൻ വേണ്ട, അവൻ ഇനി ഇവിടെ വേണ്ട, രാജിവെച്ച് പോകണം. വേറെ മന്ത്രി വരട്ടെ. പ്രശ്നം നാട് മുടിച്ചോണ്ടിരിക്കുകയാണ്. അത് പയ്യന്മാരെ മുടിക്കണം, നാട് മുടിച്ചോണ്ടിരിക്കണം. വേണ്ട, മുടിപ്പിക്കണത് അവൻ തന്നെ, സ്വന്തമായിട്ട് തന്നെ മുടിപ്പിക്കണത്. പാവങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ അത്. 8ാമത്തെ വർഷത്തെ നമ്മളിപ്പം എന്താ പറയുക, കുടിശ്ശികയായ ഇതെല്ലാം കൊടുക്കും. ഏത് ക്ഷേമ പെൻഷൻ ഒരു കുടിശ്ശിക ഉണ്ടാവില്ല. മുഖ്യമന്ത്രി പറഞ്ഞു കുടിശ്ശികയില്ല. അതേപോലെ ജീവനക്കാർക്ക് DA വർദ്ധിപ്പിച്ച് കൊടുക്കും. DA എത്രയും പെട്ടെന്ന് കൊടുക്കും. ഈ എനിക്ക് തോന്നുന്നത് ഓണത്തിന് തന്നെ കൊടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ ഇതും നമ്മൾ എന്താ പറയുക, ഈ ക്ഷേമ പെൻഷനും ഈ ജീവനക്കാർക്ക് DA കുടിശ്ശികയും കൂടി കൊടുത്താൽ കേരളം വീണ്ടും മാറും. വീണ്ടും നമ്മളെ പിണറായി അടുത്ത ഇടതുപക്ഷം തന്നെ വീണ്ടും വരും. മൂന്നാമത് പിണറായി എന്നല്ല, ഇടതുപക്ഷം തന്നെ വരും. LDF വീണ്ടും LDF വരും. ഈ എന്താ പറയുക, ക്ഷേമ പെൻഷനാണ് കേരളത്തിനെ മാറ്റുന്നത്. പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ക്ഷേമ പെൻഷൻ കുടിശ്ശികയില്ലാണ്ട് തീർത്താൽ ഈ LDF ഭരണം വീണ്ടും വരും. അതുപോലെ തന്നെ ജീവനക്കാർക്കുള്ള അമർഷം, ആ DA കുടിശ്ശികയും കൂടി കൊടുക്കുന്ന സമയത്ത് അതും കൂടി മാറും. വീണ്ടും ഇടതുപക്ഷം 3ാം തവണയും ഇടതുപക്ഷം കേരളം ഭരിക്കും. പ്രതികരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ മുഖ്യമന്ത്രി മോദി വരുമ്പോൾ എല്ലാം അടക്കുന്നു, എല്ലാ ഭാഗവും അടക്കുന്നു. എന്നാൽ പിന്നെ മോദി വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പ്രതിഷേധിച്ചാൽ എന്തായിരിക്കും സംഭവം? ഞാൻ പറയുന്നത് തൃശ്ശൂർ മോദി വന്നു റോഡ് ഷോ നടത്തി. തൃശ്ശൂർ മോഡി വന്നു റോഡ് ഷോ നടത്തി. ഈ പറയുന്നത് ഞാൻ ഒരു കാരണം വെച്ചാൽ പ്രതികരിക്കാൻ വേണ്ടി എന്താ പറയുക, കറുപ്പ് തുണി എടുത്തിട്ട് പോയാൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? അതെന്തായിരിക്കും പറയാം? അത് ഉണ്ടാവോ ഇല്ലയോ? അവിടെ ചെയ്യോ ഇല്ലയോ? അതല്ലേ മുഖ്യമന്ത്രി എടുക്കണ്ടേനി. കാരണം മുഖ്യമന്ത്രി പോകുന്നത് ഈ നാടിന് ആവശ്യമാണ്. മുഖ്യമന്ത്രി തിരിച്ചു പിടിക്കാൻ പറ്റൂലല്ലോ. ഇവിടുത്തെ ജനം എന്ന് പറഞ്ഞാൽ കഴുതകളാണല്ലോ. അത് പിന്നെ മൊത്തം ജനം കഴുതകളാണ്. അതാണ് വീണ്ടും വീണ്ടും കുത്തി കൊടുക്കുന്നത്. LDFൻ്റെ ആകെയാണ് ഞാൻ സംസാരിച്ചത്. LDF എന്ന് പറയുന്ന മന്ത്രിസഭ ആഡംബരങ്ങളിലും മറ്റേതിലുമാണ്. ഇവിടുത്തെ സിറ്റി സമുച്ചയം കെട്ടാൻ പോണു. പാവങ്ങളെ പട്ടിണി അവർക്ക് പ്രശ്നമല്ല. അതിൽ നിന്ന് കമ്മീഷൻ എങ്ങനെ കിട്ടും?
അതാണ് തോട്ടം. അപ്പം നമ്മൾ അതിലേക്ക് സംസാരിച്ചാൽ നമ്മൾ ഒറ്റപ്പെടും. വേണം, രാജിവെക്കണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ സാധനം വില കുറച്ച് തരാമെന്ന് പറഞ്ഞിട്ട് തന്നില്ല. പെൻഷൻകാരെയൊക്കെ ചത്ത്, പെൻഷൻ കൊടുക്കാതെ അവർ ചത്ത്. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ സ്വന്തം വീടില്ല, സ്വന്തം വീട് തരാമെന്ന് പറഞ്ഞിട്ട് പോലും തന്നില്ല. ഞാൻ താമസിക്കുന്നത് കരിക്കോ അമ്പലത്തിൻ്റെ അടുത്ത് വായനശാലയുടെ അവിടെയാണ്. ഇതേവരെ വന്ന് തിരിഞ്ഞു നോക്കിയില്ല. ആ മുടി വളർത്തിയിട്ട ഒരാൾ ആ പ്രാവശ്യം ജയിക്കുകയാണ്, പന്നി രവീന്ദ്രൻ എന്ന് പറയുന്ന സാറ്. ആ സാറ് ജയിച്ചിട്ട് ഇപ്പോഴാണ് മതിലിൽ പൊങ്ങിയത്. ഞങ്ങൾക്ക് ഒരു ഫലവും ഇല്ല. ഞാൻ ദാ ഈ വെയിലും കൊണ്ട് ടിക്കറ്റ് വിൽക്കണതാണ്. എൻ്റെ 2 കാലും ഒടിഞ്ഞ് കമ്പി ഇട്ടേക്കണതാണ്. രാജിവെക്കുന്നതാണ് നല്ലത്. ഇരുന്നിട്ട് ഒരു കാര്യമില്ല. ആളുകൾക്ക് ഇപ്പം ടി വിയിലെ കാണുന്നില്ലേ, ആളുകൾ കഞ്ഞി വെച്ചിട്ട് പിന്നെ മുളക് ഇട്ട് കഴിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നില്ലേ? ആ അവസ്ഥ വരെ എത്തിയില്ലേ? അപ്പം അങ്ങനെ എന്തിനാണ് അങ്ങനെ ഇരിക്കുന്നത്? ആളുകൾക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ടാണ് ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത്. പെൻഷൻ കിട്ടാത്തതിന്റെ കാരണം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാത്തതാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നതല്ലേ. അവർ പറയുന്നത് അവർ കൊടുക്കുന്നെന്ന്, ഇവർ പറഞ്ഞ് അവർ തന്നില്ലെന്ന്. ഞാനാണ് ഇവിടെ എല്ലാം എന്ന് ചിന്തിച്ച് ഉള്ള ഭരണത്തിലാണ് ഈ ഇത്രയും സംഭവിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം പറയുന്നുണ്ടെങ്കിൽ ഈ പെൻഷൻ തന്നെ 3 മാസത്തെ പെൻഷനെങ്കിലും ഈ ഇലക്ഷന് മുൻപേ കൊടുത്തിരുന്നെങ്കിൽ സീറ്റ് ഇനിയും കിട്ടുമായിരുന്നു. പക്ഷേ പിന്നെ അഹംഭാവം കൂടിപ്പോയി. എന്ന് വെച്ചാൽ ആരെന്തും പറയാം എന്നുള്ള ചിന്തയായിപ്പോയി. 1 മാസത്തിലേ കൊടുത്തുള്ളൂ. അത് ഇലക്ഷന് മുമ്പേ കൊടുക്കണമായിരുന്നു. 3 മാസത്തെ പെൻഷൻ കൊടുത്താൽ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടും. ഇവർക്ക് ഒരു ബസ് 1.5 കോടി ചിലക്ക് ബസ്സിൽ കറങ്ങാം. പിന്നെ ഈ കുടുംബത്തിൽ ഇവർ വെളിയിൽ കറങ്ങാൻ പോവാം. അതിനൊക്കെ പൈസ ആണെന്ന്. അപ്പം അതേ ദൂരത്തടിച്ച് പൈസ ദൂരത്ത് അതിൽ തന്നെ ഇത്രയും സംഭവിച്ചത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല. തമിഴ്നാട്ടിൽ ഇപ്പം ഇവിടെ മുഖ്യമന്ത്രിയെ മാറ്റിയാൽ കമ്മ്യൂണിസ്റ്റ് നന്നാവും എന്താ ഞാൻ പറഞ്ഞോളൂ. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറും. എന്നുവെച്ചാൽ അച്യുതാനന്ദനെ പോലെ ഒരു നേതാവില്ല. കണക്ക് നോക്കിയാൽ അച്യുതാനന്ദൻ പോയി, കമ്മ്യൂണിസവും പോയി. നമ്മൾ സ്വപ്നം നിറഞ്ഞു തുളുമ്പുന്ന സപ്ലൈകോയും നിറഞ്ഞു തുളുമ്പുന്ന ഗവൺമെൻറ് ജീവനക്കാരുടെ മനസ്സും അതുപോലെ നിറഞ്ഞു തുളുമ്പുന്ന സാധാരണക്കാരൻ്റെ ഇതും മനസ്സുമാണ് ഈ കേരളത്തിൽ ഇടതുപക്ഷത്തിന് മുന്നോട്ട് നയിക്കുന്നത്. അതുണ്ട്. പക്ഷേ അതിലിടയ്ക്ക് ഒരു എന്താ പറയുക കുടിശ്ശിക വന്ന് പറ്റിയതാണ്. അത് എന്തുകൊണ്ട് കേന്ദ്രം തരുന്നില്ല? നമ്മൾ പറഞ്ഞ 58,000 കോടി തരേണ്ടതെടുക്കുകയാണ്. ഇപ്പം ചെറിയ തന്നെ 5,000 കോടിയെ കൊണ്ട് നമ്മൾ ഒപ്പിച്ചേ. അത് നിശ്ചയിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്. ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്. അവർക്ക് പെൻഷൻ ഇപ്പം 1,600 കൊടുക്കണം, 2,500 കൊടുക്കും എന്ന് പറയുമ്പോൾ അവർ പാവങ്ങളാണ്. പെട്ടെന്ന് കൊണ്ട് കുത്തി കൊടുക്കും. ഇത് കിട്ടുമല്ലോ എന്നും പറഞ്ഞ് കുത്തി കൊടുക്കും. അവസാനം അതുമില്ല ഇതുമില്ല. ഇതാണ് സത്യം. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കഥയില്ല. ഓരോ ഭരണകർത്താവും നിശ്ചയിക്കുന്നത് നടക്കും. കേന്ദ്രത്തിൽ നിന്ന് ഒരുപാട് ഫണ്ടുകൾ ഒരുപാട് പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. കിട്ടാതെയൊന്നും ഇരുന്നിട്ടില്ല. അത് പല വഴിക്ക് പോയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറ്റം പറയും. ഇത് കാരണമെന്ന് വെച്ചാൽ ഇവൻ ചൊവ്വ പെൻഷൻ കൊടുക്കണില്ല. പാവപ്പെട്ടവരാണെങ്കിൽ എത്രയോ പേര് മോളെ കിടക്കുകയാണ്. അതുകൊണ്ട് പെൻഷൻ കൊടുക്കണില്ല. കടവാരെന്തേ കിടക്കണം, ഓരോ വീട് ഓറും കിടക്കണം, എല്ലായിടത്തും കിടക്കണം. കൊടുക്കണില്ല മോളെ. എനിക്കും പെൻഷൻ ഉള്ളതാണ്. ഞാനും ഒരു വിധവയാണ് മോളെ. അവൻ പെൻഷൻ നമ്മളിതാ ഇപ്പം എച്ച് പാത്രം കഴിയിട്ട് ഞാൻ പോണതാണ്. ഒരു വീട്ടിൽ എച്ച് പാത്രം കഴിയിട്ട് പോണതാണ്. ആ കഷ്ടവും ദുഃഖവും എനിക്ക് ഇന്നും ഉണ്ട്. എനിക്ക് ഭർത്താവില്ല, എനിക്ക് 2 മക്കളുണ്ട്. അത് നിങ്ങൾ കൂലി വേല ചെയ്ത് ജീവിക്കണതാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ മോളെ. നന്ദി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ തോൽവി എന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങൊരു മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ യോഗ്യനല്ല, രാജിവെക്കണമെന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. മൊത്തം സർക്കാരിൻ്റെ പ്രശ്നം തന്നെയാണ്. കാരണം മന്ത്രിമാരാരും അവരുടെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. മന്ത്രി ഒന്ന് പറയുന്നു, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വേറെ പ്രവർത്തിക്കുന്നു. ഉദാഹരണം ട്രാൻസ്പോർട്ട് ബസ്സിൻ്റെ കാര്യം തന്നെ. ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് എല്ലാ സ്റ്റാൻഡിലും ഫാസ്റ്റ് വരെ നിർത്തണമെന്നാണ്. പക്ഷേ ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ അനുസരിക്കുന്നില്ല. പറഞ്ഞാൽ ഉദ്യോഗസ്ഥർ അനുസരിക്കണ്ടേ? അതിനുള്ള കഴിവുണ്ടാവണ്ടേ? തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റൂ. പ്രസ്താവന ഇറക്കിക്കൊണ്ട് മാത്രമേ കാര്യമല്ലോ, നിയന്ത്രിക്കാനുള്ള കഴിവിടെ വേണ്ടേ? അതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ വിഷയം ദൂർത്ത് തന്നെയാണ്. ഈ ദാരിദ്ര്യത്തെ അനുഭവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങൊരു ദൂർത്തുമായിട്ട് നടക്കുകയാണ്. അത് തന്നെയാണ് മുഖ്യമായ വിഷയം. കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അവർ കണക്കുകൾ ബോധിപ്പിക്കുന്നില്ലല്ലോ. കേന്ദ്രത്തിൽ കണക്ക് ബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഫണ്ട് വന്നുകൊണ്ടേയിരിക്കും. ഒന്നും കറക്റ്റ് കണക്ക് പറയുന്നില്ല. കൊടുത്തു പറച്ചിലല്ലേ ഉള്ളൂ, ഒന്നും രേഖകളിൽ വരുന്നില്ലല്ലോ, പത്രത്തിൽ പോലും വരുന്നില്ല. അവർ പറയുന്നു പ്രസംഗത്തിലും. അതെ കോടതിയിൽ പോകുന്ന എല്ലാ കേസിലും കോടതിയിൽ പോകുന്നുണ്ട്. അതൊന്നും കറക്റ്റ് ആവുന്നില്ലല്ലോ. ഒന്നും വരുന്നു. ഒരു സംസ്ഥാന തലത്തിൽ
സർക്കാർ മാറി വന്നാൽ ആ പഞ്ചായത്ത് ആരാണോ ഭരിക്കുന്നത് അവർ രാജിവെക്കണം എന്ന് പറയുന്ന അർത്ഥമില്ലല്ലോ. അതുകൊണ്ട് ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഇന്ത്യ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൻ്റെ പേരിൽ കേരള നിയമസഭ പിരിച്ചുവിടണമെന്നോ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നോ പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ല, യാതൊരു അർത്ഥവുമില്ല. മാത്രമല്ല പ്രതിപക്ഷത്തെ പാർട്ടികൾ പ്രതിപക്ഷം ആവശ്യപ്പെടാമല്ലോ, അവർക്ക് ആവശ്യപ്പെടാം, അതവർ ആവശ്യപ്പെടണമല്ലോ, അതാണല്ലോ പ്രതിപക്ഷത്തിൻ്റെ ധർമ്മം. അല്ലാതെ ഭരണപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറയുന്ന യാതൊരു അടിസ്ഥാനവുമില്ല. അത് CPI പറഞ്ഞെന്നുള്ളത് മാധ്യമങ്ങളിൽ നിന്ന് വാർത്തയല്ലേ, ഔദ്യോഗികമായുള്ള വാർത്തയൊന്നും അല്ലല്ലോ. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യമുണ്ട് എന്നുള്ളത് ഒരു വികാരമാണ്. സപ്ലൈകോയിൽ സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു, തിരിച്ചടി എന്ന് പറയുന്നു, പോലീസ് രാജ് നടപ്പിലാക്കിയത് അതെല്ലാം തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പാളിച്ചകളാണെന്ന് CPI പോലും വിലയിരുത്തിയില്ലേ, തുറന്നു പറഞ്ഞില്ലേ, പരസ്യം വിമർശിച്ചില്ലേ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഇനി അഥവാ അങ്ങനെ പറഞ്ഞാൽ തന്നെ അതാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകത. എന്തെങ്കിലും കാര്യങ്ങൾ പറയേണ്ടി വന്നാൽ അവർ കൃത്യമായ കാര്യങ്ങൾ പറയും. ജനങ്ങൾക്കൊപ്പം ഈ സർക്കാരിന് മടുത്തു എന്ന് പറയുന്നതിൽ തെറ്റില്ലാന്ന് പറയാം. ഇല്ലില്ല, അങ്ങനെ പറയുന്നത് യാതൊരു അർത്ഥമില്ല, അടിസ്ഥാനമില്ല. കാരണം ഈ കേരളത്തിലേക്കുള്ള നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പല്ലല്ലോ, ഇത് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരിക്കലും ഒരു കാരണവശാലും എന്തില്ല, ഇത് മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന അടിസ്ഥാനമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ കേരളം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ത് വിഷയം നടന്നാലും ഒരു സാധാരണഗതിയിൽ സൈക്കിൾ ഓടിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി പെട്ടെന്ന് വേറെ തട്ടി വീണാൽ പോലും മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ മുഖ്യമന്ത്രിയുടെ നാട്ടിൽ ഒരു 50 ലക്ഷം രൂപ വരെ സ്കൂളൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരവരെ നാട്ടിലേക്കാണ് അവർ നന്നായിക്കൊണ്ടിരിക്കുന്നത്. പൊതുജനങ്ങളെ നോക്കുന്നില്ല. തിരുവനന്തപുരത്ത് നല്ല സ്കൂൾ വരാൻ തിരുവനന്തപുരത്തുള്ള മിനിസ്റ്റർ ശ്രമിക്കണം.